റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ പരിപ്പ് പായസം റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ സേമിയ പായസം ശർക്കരപ്പാനിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും, അത് നന്നാവുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ സേമിയ പായസം ശർക്കരപ്പാനിയിൽ ചെയ്തെടുക്കുമ്പം. നമ്മൾ ആദ്യം വിചാരിക്കും അത് എങ്ങനെയായിരിക്കുന്നു, പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അതിലൊരു സംശയമില്ല. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഒരു അടിക്കട്ടിയുള്ള പാനിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു 10-12 കാഷ്യൂ നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കാഷ്യൂ നട്ട്സ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട് ഒരിക്കലും കരിഞ്ഞു പോകാൻ പാടില്ല. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ പുറകെ നമുക്ക് ഒരു 10-12 റേസിൻസും കൂടി ഇട്ട് കൊടുക്കാം. അതും ഇട്ട് നമുക്ക് ചെറുതായിട്ട് ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ റേസിൻസ് എല്ലാം ഇങ്ങനെ ഒരു ബോൾ പോലെ വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് റേസിൻസും നമുക്ക് മാറ്റി വയ്ക്കാം. ഇതേ പാനിലോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് 250 ഗ്രാം മൂങ് ദാൾ, അതായത് പായസപ്പരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്നതാണ്, അതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞൊക്കെ പോകും, അല്ലെങ്കിൽ നിറം ഭയങ്കരമായിട്ട് മാറും. അങ്ങനെ നമുക്ക് വരാൻ പാടില്ല. ഓക്കെ, അതിനുശേഷം ഞാൻ ഇതിലോട്ട് ഒരു 4 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പം ഈ മൂങ് ദാൾ വേവിച്ചെടുക്കാൻ പോവുകയാണ്, അതായത് ഈ പായസപ്പരിപ്പ് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ചില സമയത്ത് 4 കപ്പിനും കൂടുതൽ വെള്ളം വേണ്ടി വരും. അത് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുക. തീരെ വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ മെഷറിംഗ് കപ്പിലാണ് ഞാൻ ഈ വെള്ളത്തിൻ്റെ കണക്ക് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പായസപ്പരിപ്പ് പ്രഷർ കുക്കറിൽ ഒരിക്കലും വേവിക്കാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ വേവൊക്കെ തെറ്റിപ്പോവും, ഭയങ്കരമായിട്ട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞൊക്കെ പോകും. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി തെറ്റിപ്പോവും. അപ്പോൾ ഈ സമയത്ത് നമുക്കിവിടെ ഏകദേശം 412 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലോട്ട് 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ ശർക്കര അലിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അരിച്ചെടുക്കാം. അതിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ തിരിച്ച് പായസപ്പരിപ്പിലോട്ട് വരാം. അപ്പോൾ ഈ പായസപ്പരിപ്പിൻ്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഞാനിവിടെ ഒരു കൈപ്പിടി ചൗവരി എടുത്തിട്ടുണ്ട്, അതായത് സാഗോ സീഡ്സ്, നന്നായി കഴുകിയതിന് ശേഷമുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസപ്പരിപ്പിൻ്റെ കൂടെ ഈ സാഗോ സീഡ്സും വേവാനായിട്ട് വെക്കാം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ പരിപ്പ് ഇങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അല്ലാണ്ട് ഒരുപാട് ഇങ്ങനെ വെന്ത് കുഴയേണ്ട ആവശ്യമില്ല, പക്ഷെ നന്നായിട്ട് വേവണം. അങ്ങനെ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളുടെ ഇതുണ്ടല്ലോ ശർക്കരപ്പാനി, അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ എപ്പോഴൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന പായസപ്പരിപ്പ് വെന്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. വേവാണ്ട് നിങ്ങൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പയർ ഒരിക്കലും വേവില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതിങ്ങനെ കല്ല് പോലെ ആയിപ്പോവും. ഓക്കെ, അപ്പം അതിന് ശേഷം നമുക്കത് ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വലിയ തണ്ടുള്ള ഒരു സ്പൂണാണ് എടുക്കുന്നത്, ഇതേപോലത്തെ ഒരു ലേഡിൽ പോലത്തെ ഒരു ഇതാണ് എടുക്കുന്നത്. കാരണം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിങ്ങനെ പൊട്ടി തുടങ്ങും, അതായത് നമ്മളുടെ ഈ ശർക്കരപ്പാനിയും പയറും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ പൊട്ടി വരും. അപ്പോൾ നമ്മുടെ കയ്യിലാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലത്തെ വലിയൊരു സ്പൂൺ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഇത് വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ സാധാരണ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ പായസം ഉണ്ടാക്കുന്നത് ഉരുളിയിലാണ്. അപ്പോൾ ഉരുളിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്വാദായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉരുളിയൊന്നും ഇല്ല, ഉള്ളത് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഉരുളി ഇല്ലെങ്കിലും ഇതേപോലെ നല്ല അടുക്കട്ടിയുള്ള പാത്രം ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ 3 കപ്പ് 2-ാം പാൽ എടുത്തിട്ടുണ്ട്. നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പും ശർക്കരയെല്ലാം നന്നായിട്ട് ഇതേപോലെ പൊട്ടി വന്നു തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി, ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നും, സാരില്ല, അതേപോലെയാണ് ഇരിക്കേണ്ടത്. നന്നായിട്ട് ഇളക്കി
ഇതിൻ്റെ പകുതിയൊന്നും ആവേണ്ട ആവശ്യമില്ല, എന്നാലും കുറച്ച് വറ്റി ഒരു ഏകദേശം ഒരു ലൂസ് കുറുക്ക് പോലെ വരണം. അങ്ങനെ വന്ന് അത്യാവശ്യം നന്നായിട്ട് വറ്റി കഴിയുമ്പോഴാണ് നമ്മളിങ്ങനെ അടുത്ത സ്റ്റെപ്പിലോട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ 1 കപ്പ്, ഏകദേശം 3/4 മുതൽ 1 കപ്പ് വരെ ഒരു കട്ടിപ്പാൽ, തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ കട്ടി തേങ്ങാപ്പാലിൻ്റെ കളർ ഇങ്ങനെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിലോട്ട് ഇങ്ങനെ 3/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചിട്ടതും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. സോ ഇതേപോലെ എന്താ പറയുക, ഇതേപോലെ ഏകദേശം വറ്റിക്കഴിയുമ്പം ഞാൻ എന്താ യൂഷ്വലി ചെയ്യാറെന്ന് വെച്ചാൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഈ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യാം. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു കുറച്ച് സമയം, ഒരുപാട് സമയമൊന്നും ചെയ്യരുത്, ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ് മാത്രം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് തിളപ്പിക്കാൻ സമ്മതിക്കരുത്, തിളച്ചു പോകരുത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ചേർത്തിരിക്കുന്ന നെയ്യുടെ കണക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നെയ്യ് നന്നായിട്ട് ഇടുമ്പോൾ കൂടുതൽ ടേസ്റ്റ് വരും. സോ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. പിന്നെ ഈ ഒരു പായസത്തിൻ്റെ പ്രത്യേകത, ഇത് ഇരിക്കും തോറും കൂടുതൽ കട്ടിയായി വരും, അല്ലെങ്കിൽ കൂടുതൽ കുറുകി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് കുറുക്ക് പോലെ എടുക്കരുത്, അതേസമയം തീരെ വെള്ളം പോലെയും എടുക്കരുത്. അപ്പോൾ നിങ്ങൾ 1-ാം പാൽ ചേർക്കുമ്പോൾ നിങ്ങൾ നോക്കുക, അതിനനുസരിച്ച് എത്ര കുറുക്ക് വേണം എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു 3/4 മുതൽ 1 കപ്പ് വരെ 1-ാം പാൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞാൻ 1-ാം പാൽ ചേർത്തപ്പോൾ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും റേസിൻസും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക, എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.